A person sell an item at a discount of 40% and still makes a profit of 20%. By what percentage was the market price of the item more than the cost price of the item? ഓക്കെ, അതായത് നമ്മളൊരു വസ്തു വാങ്ങിക്കുമ്പോൾ ഒരു കച്ചവടക്കാരൻ ഒരു വസ്തു വാങ്ങിക്കുന്നത് ഒരു വിലയും ആ വസ്തുവിൽ രേഖപ്പെട്ടിരിക്കുന്ന വില അല്ലെങ്കിൽ അതിനെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അത് വേറെയുമായിരിക്കും. വാങ്ങിക്കുന്ന വിലയും മാർക്കറ്റ് പ്രൈസും രണ്ടായിരിക്കും. ഇനി നമ്മളത് വിൽക്കുന്ന വില, ആ കച്ചവടക്കാരൻ അതിനെ വിൽക്കുന്ന വില അതും വേറെയായിരിക്കും അല്ലേ. അപ്പോൾ ഒരു കച്ചവടക്കാരൻ ഒരു കമ്പനിയിൽ നിന്ന് സാധനം മേടിച്ചു. ആ സാധനത്തിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ നിന്നും 14% കുറച്ചിട്ടാണ് അയാൾ ആ സാധനം വിറ്റത്. എങ്കിൽ കൂടിയും 40% മാർക്കറ്റ് പ്രൈസിൽ നിന്ന് കുറച്ചിട്ട് വിറ്റിട്ട് കൂടിയും അയാൾക്ക് 20%, അതായത് അയാൾ ആ കമ്പനിയിൽ നിന്ന് വാങ്ങിയ വിലയേക്കാൾ 20% ലാഭം അയാൾക്ക് കിട്ടി. ഓക്കെ, എങ്കിൽ what percentage was the market price of the item more than the cost price of the item? എങ്കിൽ അയാൾ വാങ്ങിയ വിലയേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, അയാൾ ആ കമ്പനിയിൽ നിന്നും വാങ്ങിയ വിലയേക്കാൾ എത്ര കൂടുതലാണ് മാർക്കറ്റ് പ്രൈസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കോസ്റ്റ് പ്രൈസ്, അയാൾ വാങ്ങിയ വില എത്ര നമുക്കറിയില്ല. മാർക്കറ്റ് പ്രൈസ് നമ്മൾ 100 എന്ന് കൊടുക്കുന്നു, കാരണം നമുക്ക് വേറെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. ഇനി ഡിസ്കൗണ്ട് 14% എന്ന് നമ്മൾ അതിൽ ക്വസ്റ്റ്യൻ നിന്ന് കിട്ടി. അപ്പോൾ നമുക്കത് 40 എന്നുള്ളൊരു വാല്യൂ ആയിട്ട് എടുക്കാം. എന്നിട്ട് സെല്ലിംഗ് പ്രൈസ് 100 - 40 = 16 എന്ന് എഴുതുന്നു. ഇനി നമുക്ക് കിട്ടിയ ആ സെല്ലിംഗ് പ്രൈസ് അയാൾ 60 രൂപയ്ക്ക് വിറ്റിട്ട് കൂടി നമുക്ക് പ്രോഫിറ്റ് എത്ര കിട്ടി? 20% പ്രോഫിറ്റ് കിട്ടി. ഇനി നമ്മൾ കുറേ ഇക്വേഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസിൻ്റെ ഒരു ഇക്വേഷനിലോട്ട് ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. സെല്ലിംഗ് പ്രൈസിൻ്റെ ഇക്വേഷൻ എന്താ? 100 + പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. ഓക്കെ, ഈ ഇക്വേഷനിലോട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം കോസ്റ്റ് പ്രൈസ് എത്രയെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനെ എക്സ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഈ സെല്ലിംഗ് പ്രൈസ് നമുക്ക് കിട്ടി, പക്ഷേ ആ ഇക്വേഷനിലോട്ട് നമ്മുടെ വാല്യൂസിന് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 120, ഈ 120 എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ 100 + പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉണ്ടല്ലോ, അപ്പോൾ 20%. അപ്പോൾ 100 + 20% ഡിവൈഡഡ് ബൈ 100 = 60. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ ഇക്വേഷനാണ് ഇത്. ഓക്കെ, അതിലാണ് നമ്മളിപ്പോൾ വാല്യൂ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിൻ്റെ ഇക്വേഷനുണ്ട്, അതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് കോസ്റ്റ് പ്രൈസിന് എക്സ് എന്ന് വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ 120x = 16 ഇൻറ്റു ഈ 100 പ്രകാരം 16 × 100 x = 16 × 100 ഡിവൈഡ് ബൈ 120. ഓക്കെ, വാല്യൂസ് എല്ലാം കട്ട് ചെയ്ത് പോയി നമുക്ക് 15 എന്ന് കിട്ടുന്നു. അപ്പം നമുക്ക് കോസ്റ്റ് പ്രൈസ് 15, സെല്ലിംഗ് പ്രൈസ് 16, മാർക്കറ്റ് പ്രൈസ് 100. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് കണ്ടു. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ആ ഡിഫറൻസിൻ്റെ, അതായത് മാർക്കറ്റ് പ്രൈസിനെ കോസ്റ്റ് പ്രൈസിനേക്കാൾ എത്ര കൂടുതലാണ് മാർക്കറ്റ് പ്രൈസ്, അതിൻ്റെ പെർസെൻറ്റേജാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഡിഫറൻസ് മാർക്കറ്റ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് = 15 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ ഒരു പ്രോഫിറ്റിൻ്റെ കണക്ക് പോലെയല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇട്ടു, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഡിഫറൻസ് വന്നേക്കുന്നത് എത്ര, അതായത് കോസ്റ്റിനെക്കാട്ടിലും എത്ര കൂടുതലാണ് മാർക്ക് പ്രൈസ് എന്നുള്ള ഡിഫറൻസ് വന്നേക്കുന്നത് 50 എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 50, ഈ 50 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസാണ്, ഇൻറ്റു 100 = 100% എന്ന് ആൻസർ വരും.